Hi guys, welcome to Stream 2.0. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോണറിൻ്റെ പുതിയ ഫോണായ ഹോണർ 10 ലൈറ്റിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹോണർ 10 ലൈറ്റ് പേര് പറയും പോലെ തന്നെ ഹോണറിൻ്റെ 10 നല്ല സാദൃശ്യം തോന്നിക്കുന്ന ഡിസൈനാണ് കമ്പനി ഫോണിന് നൽകിയിട്ടുള്ളത്. നമുക്ക് ആ ഫോണിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6.3 ഇഞ്ച് 19:9 റേഷ്യോ IPS LCD വാട്ടർ ഡ്രോപ്പ് നൗച്ചോട് കൂടി ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 83.1% ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080x2340 പിക്സൽസ് ആണ്. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 415 ppi ആണ്. സോ നമുക്ക് ഈ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്ന സെയിം ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പുതുമയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ എന്തായാലും നല്ലൊരു ഡിസ്പ്ലേ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മളിതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 9.0 പൈയിലാണ് ഇത് റൺ ചെയ്യുന്നത്. നമുക്ക് ആൻഡ്രോയിഡിൻ്റെ കിട്ടാവുന്നതിൽ വെച്ച് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആൻഡ്രോയിഡ് പുതിയ അപ്ഡേറ്റ് ആയ 9 ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പൈ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് മൊബൈലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നത് ഹോണറിൻ്റെ തന്നെ സ്കിന്നായ EMUI 9.0.1 എന്ന് പറയുന്നൊരു വേർഷനാണ്. അത് നല്ല വേർഷൻ തന്നെയാണ്. പക്ഷേ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് മൊബൈൽ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഒന്നും നമുക്ക് ലഭിക്കില്ല. ഹോണറിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ഫോണിൽ കാണും. കുറച്ച് സ്റ്റോക്ക് ആപ്ലിക്കേഷനൊക്കെ ഈ ഫോണിൽ കാണും. പിന്നീട് നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റിയാണ്. പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ 2.2 GHz ഒക്ടാ കോർ ഹൈ സിലിക്കൺ കിരിൻ 710 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് MG51 MB4 എന്ന് പറയുന്ന ഗ്രാഫിക് കാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പ്രൊസസ്സർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം യങ്സ്റ്റേഴ്സ് കളിക്കുന്ന PUBG ആണെങ്കിലും PES ആണെങ്കിലും ആഷ്കോട്ട് ആണെങ്കിലും ഇതുപോലുള്ള എല്ലാ ഗെയിംസെയും ഈ ഫോണിൽ സ്മൂത്തായിട്ട് തന്നെ റണ്ണാവും ഈ പ്രൊസസ്സറിൻ്റെ ബേസിസിലുള്ളതുകൊണ്ട്. ഇപ്പോൾ ഉള്ള ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ കാണുന്ന സ്നാപ്ഡ്രാഗൺ 660 ഹലോയി P60 ഇതുപോലുള്ള പ്രൊസസ്സേഴ്സുമായിട്ടെല്ലാം കോമ്പീറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊസസ്സറും ഗ്രാഫിക് കാർഡ് തന്നെയാണ് കമ്പനി ഫോണിന് നൽകിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ 3 വേരിയൻറ്റിലായിട്ടാണ് ലഭിക്കുന്നത്. ഒന്ന് 4GB 64GBയുടെ ഒരു വേരിയൻറ്റ്, 2 6GB 64GB അടുത്ത വേരിയൻറ്റ്, മൂന്നാമത്തേത് 6GB 128GB മൂന്നാമത്തെ വേരിയൻറ്റ്. ഇത് നമുക്ക് ലഭിക്കുന്ന DDR4X RAM ആണ്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ റാം മാനേജ്മെൻറ്റ് നമുക്ക് ലഭിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റീസ്റ്റോർ ആയി കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് അത് ആദ്യം മുതൽ ലോഡാവാതെ തന്നെ കിടക്കുമ്പടി തന്നെ കയറി വരുന്നതാണ്. അപ്പം നമുക്ക് ഈ സ്റ്റോറേജിനെ വീണ്ടും നമുക്ക് 512GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു പ്രത്യേക ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 3400 mAh ലിഥിയം പോളിമർ നോൺ റിമൂവബിൾ ബാറ്ററിയാണ് കമ്പനി ഫോണിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ USB പോർട്ടാണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല 5V2A ചാർജറാണ് നമുക്ക് ഈ ഫോണിനൊപ്പം ലഭിക്കുന്നത്. സോ ഈ 2019 ഇപ്പോഴും അവർ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോ USB പോർട്ടാണ്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ അത് ഒത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. എന്നിട്ടും അവർ ഇത് തന്നെ യൂസ് ചെയ്യുന്നു. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലും ബാറ്ററിയുടെ ബാക്കപ്പും ഭയങ്കര കുറവാണ്. കാരണം ഇപ്പോഴുള്ള എല്ലാ സ്മാർട്ട് ഫോണും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 3500 mAh 3850 mAh 4000 mAh സിംസിൻ്റെ ഫോൺസിലൊക്കെ 5000 mAh വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പോലും അവർ 3400 mAh ആണ് കൊടുക്കുന്നത്. സോ ബാറ്ററി ബാക്കപ്പ് അല്പം കുറയാൻ ചാൻസ് ഉണ്ട്. അതിലും അവരൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ f1.8 അപ്പേച്ചറോട് കൂടിയ 16MP ബാക്ക് ക്യാമും അതുകൂടാതെ ഒരു 2MP ഡെപ്ത് സെൻസിങ് ക്യാമും നമുക്ക് ബാക്കിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ f2.0 അപ്പേച്ചറോട് കൂടിയ 24 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമാണ് നമുക്ക് ലഭിക്കുന്നത്. 24 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ AI ഷോട്ട്സ് ഒക്കെ നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഫോണിൻ്റെ പരസ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ക്യാമെന്ന് തന്നെ പറയുന്നിരിക്കുന്നു. വാട്ടർ ഡ്രോപ്പ് നൗച്ചോട് കൂടിയ ഫ്രണ്ടിലാണ്. നമുക്ക് ബാക്കിൽ നമുക്ക് ഫ്ലാഷ് നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നൗച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാഷ് ലഭ്യമല്ല. എങ്കിലും നല്ല ക്യാമറ. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു ഫ്രണ്ട് സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഷോട്ട്സ്, നല്ല സെൽഫീസും നല്ല പോർട്രേറ്റ് ഷോട്ട്സും ഇതെല്ലാം ഈ ഫോണിന് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഫോണിന് നൽകിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഫേസ് അൺലോക്ക് ലഭിക്കുന്നതാണ്, പ്രോക്സിമിറ്റി സെൻസർ ലഭിക്കുന്നതാണ്, ഗൈറോസ്കോപ്പ് ഇതുപോലുള്ള എല്ലാ ഫീച്ചറും നമുക്ക് എല്ലാത്തത് ലഭിക്കുന്നതാണ്. 3.5mm HD വീഡിയോ ജാക്കാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി സ്പീക്കറും നമുക്ക് ഈ ഫോണിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി
സ്പീക്കറാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. സോ എന്തുകൊണ്ട് നോക്കിയാലും നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ആ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം മാത്രമാണ് ഒരു ഡിഫക്റ്റ് എന്ന് പറയാനുള്ളത്. പിന്നീട് അതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞില്ല. കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് രണ്ട് സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടും 4G വോൾട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, രണ്ട് സിം കാർഡ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണ ഫോൺസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിം കാർഡ് ഇടാൻ പറ്റും. അതിൻ്റെ കൂടെ ഒന്നുകിൽ സിം കാർഡ് ഇടാം, അല്ലെങ്കിൽ SD കാർഡ് ഇടാം. റെഡ് ഫോൺസിലൊക്കെ കാണുന്നതാണ്, ഒന്ന് ഓപ്ഷനിലാണ്. പക്ഷേ ഇത് നമുക്ക് 3 സ്ലോട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് SD കാർഡ് ഇടാം, സിം ഇടാം, 2 സിമ്മും ഇടാം. സോ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഡിഫക്റ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ, പ്രൊസസ്സർ, ഇതെല്ലാം ഇതിൻ്റെ പോസിറ്റീവ്സ് തന്നെയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാക്കി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.